555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നിങ്ങളെ മറ്റാർക്കും വിട്ടുകൊടുക്കുവാൻ ഈ വ്യക്തി തയ്യാറല്ല. നിങ്ങൾക്കിടയിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായി കാണുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. ഓക്കെ, അപ്പം നമുക്ക് ഇന്ന് ഫസ്റ്റത്തെ ആ ഒരു എനർജിയിലേക്ക് പോകാം. യെസ്, വെരി ബ്യൂട്ടിഫുൾ ക്ലിയറിംഗ് ആണ്. അതായത് ഉറപ്പായിട്ടും ഒരു എന്താ പറയുക, ഒരു കീടനാശിനി പോലെ അല്ലെങ്കിൽ സംതിങ് നമ്മളൊരു നെഗറ്റീവ് ഉണ്ടായിട്ട് അവയെല്ലാം തുരത്തി ഓടിക്കുന്നത് പോലെ ഉള്ള ഒരു എനർജിയാണ് നമുക്ക് ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാനായിട്ട് സാധിക്കുന്നത് അനാവശ്യമായിട്ട് നിങ്ങളും ഈ പേഴ്സണും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നു ചേർന്നിട്ടുള്ള സിറ്റുവേഷൻസ് എന്താണോ, അതായത് അനാവശ്യമായിട്ട് എപ്പോഴും വരുന്നത് തടസ്സങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ തടസ്സം പരമായിട്ടുള്ള കാര്യങ്ങൾ, ആ തടസ്സങ്ങളുടെ എനർജി വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഗണപതി ഭഗവാന്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു, ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല രീതിയിൽ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും അതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കാനും നിങ്ങൾ തയ്യാറല്ല. ആ പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെല്ലാം മറികടന്നുകൊണ്ട് വളരെ വിജയകരമായി തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും ഇതൊരു ക്ലിയറിംഗ് എനർജിയാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഗണപതി ഭഗവാന്റെ ആ ഒരു എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു ഇത് നോക്കുകയാണെങ്കിൽ കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. അതായത് ഈ പേഴ്സന്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മനോഭാവം എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ പേഴ്സണ് വരുന്നത്. ഇപ്പോൾ നിങ്ങളിൽ നിന്നും ഈ പേഴ്സണെ തന്ത്രപൂർവം അകറ്റാൻ ശ്രമിച്ചവരുടെ എനർജി എനിക്കിവിടെ കിട്ടുന്നുണ്ട്. അത് സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തേർഡ് പാർട്ടി ഇഷ്യൂസ് ആയിരിക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം. എന്തായാലും ഇവിടെ ഒരു കോൺട്രാക്റ്റിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റിലേഷൻഷിപ്പിലേക്ക്, അതായത് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ വഴിയൊരുക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണെ മറ്റുള്ള ബന്ധങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മറ്റു പല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിലേക്കൊന്നും വീഴാതെ നിങ്ങളിലേക്ക് തന്നെ ഈ പേഴ്സൺ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് പറയാതിരിക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തമാക്കുക എന്ന് പറയുന്നതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ഇപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഇവിടെ നമുക്ക് ഒരു കോൺട്രാക്റ്റിന്റെ ഒരു എനർജിയാണ്. കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് മാരേജിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ റെസ്ക്യൂ ആണ് കാണിച്ചിട്ടുള്ളത്. അതായത് വളരെയധികം മോശപ്പെട്ട സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു എനർജിയാണ് റെസ്ക്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തരത്തിലും ഇതിൽ നിന്നും രക്ഷ നേടിയിട്ട്
വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഓക്കെ, അതായത് ആ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും എങ്ങനെയെങ്കിലും പുറത്ത് കടക്കണമെന്ന് വളരെയധികം ആത്മാർത്ഥതയോടുകൂടി ചിന്തിക്കുന്ന ഒരു പേഴ്സണെയാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ പ്രശ്നമായിട്ട് പൊരുത്തപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, എല്ലാം വിധി പോലെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ തയ്യാറല്ല. എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഹോൾഡ് ദ സ്പേസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങളെ മറ്റാരെങ്കിലും എന്താ പറയുക, മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ, അല്ലെങ്കിൽ നിങ്ങളെ വേറെ ആരെങ്കിലും കരസ്ഥമാക്കുമോ, സ്വന്തമാക്കുമോ, കീഴ്പ്പെടുത്തുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് വളരെയധികം പേടി തോന്നിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കി കഴിഞ്ഞാൽ ഈ പേഴ്സൺ എന്ത് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതിയും കൂടി ഈ പേഴ്സണ് വരുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണ് സമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സമയം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇപ്പൊ നിങ്ങളായിട്ട് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ കുറച്ച് സമയം പോലും നിങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടില്ലായിരിക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുവാനും നിങ്ങൾക്ക് പ്രാധാന്യം നൽകുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും വേണ്ടിയിട്ട് ഈ വ്യക്തി സമയം കണ്ടെത്തുന്നതായിട്ടും അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നതുമായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് പോലും ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ് ഇതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഈ പേഴ്സണായിട്ട് സ്നേഹത്തോടെ മുന്നോട്ട് പോകാനും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ഈ പേഴ്സൺ മനസ്സിലാക്കാതെ സ്വന്തം കാര്യം നോക്കി പോവുകയും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയുമാണ് ഈ പേഴ്സൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് തീർത്തും മണ്ടത്തരമായിരുന്നെന്നും അത് ചെയ്യാൻ പാടില്ല എന്നുമുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നിങ്ങളെ കാണാൻ കിട്ടുന്ന അവസരങ്ങളായാലും സംസാരിക്കാൻ കിട്ടുന്നതായാലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ കോൾ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളായാലും അത് പാഴാക്കുവാൻ ഈ വ്യക്തി തയ്യാറാകുന്നില്ല. ഓക്കെ, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസിന്റെ മെസ്സേജ് വന്നിട്ടുള്ളത് ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് എന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു സാഹചര്യം ഉറപ്പായിട്ടും ഇംപ്രൂവ് ആകും. അതായത് നല്ല രീതിയിൽ തന്നെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ എന്താണോ അത് എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും എത്രത്തോളം കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും ഉറപ്പായിട്ടും സാഹചര്യത്തിന് നല്ല രീതിയിലുള്ള ഒരു മാറ്റം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ലൊരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ സെപ്പറേറ്റഡ് ആയിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പേഴ്സന്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ലോസ് അല്ലെങ്കിൽ ലാക്ക് ആണ്, ഫിയർ ആൻഡ് വിക്ടിമൈസേഷൻ ആണ്. ഈ പേഴ്സൺ നന്നായിട്ട് പേടിച്ചു പോയിട്ടുണ്ട്. അത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. പേടിച്ചു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിട്ടില്ല നിങ്ങൾ ഈ പേഴ്സണെ ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ളത്. മനസ്സിലായി? ഇപ്പൊ നിങ്ങളാണെങ്കിലും ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് മാറിപ്പോയിട്ടുണ്ടാകുന്നത്. ലെറ്റ്സ് ബ്രേക്കപ്പ് അല്ലെങ്കിൽ ലെറ്റ്സ് സെപ്പറേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു വിധത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഈ പേഴ്സണോട് ബ്രേക്കപ്പ് പറഞ്ഞ് പോയിട്ടുണ്ടാകുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എപ്പോഴാണോ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും പുറത്തേക്ക് പോയത് ആ ഒരു സിറ്റുവേഷൻ തൊട്ട് തന്നെ ഈ പേഴ്സൺ വളരെയധികം സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി എന്നാണ് കാണിക്കുന്നത്. ഈ പേഴ്സണ് അത്രയും കാലം ഇല്ലാതിരുന്ന പേടിയെല്ലാം വരികയും എത്രത്തോളം ഈ വ്യക്തി കോൺഫിഡൻ്റ് ആയിരുന്നോ ആ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടു പോവുകയും ഈ പേഴ്സൺ കാരണമാണ് ഈ റിലേഷൻഷിപ്പ് നശിഞ്ഞു പോയത് എന്നുള്ള ആ ഒരു കുറ്റബോധം കാരണം ഈ വ്യക്തിക്ക് മര്യാദക്കൊന്ന് ഇരിക്കാൻ പോലും സാധിച്ചില്ല, മര്യാദക്കൊന്ന് സമാധാനപരമായിട്ട് ഇരിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്ത് നിന്നും പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സൺ
വിഷമിച്ചിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് ഒരു ഭയങ്കരമായിട്ട് സന്തോഷിച്ചിരുന്നു, അങ്ങനെയല്ല. ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടുണ്ട്. ചെയ്തത് തെറ്റായി പോയി എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ഈ പേഴ്സൺ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ സീക്രട്ട് പർപ്പസ്, ഇറ്റേണൽ ഫ്ലെയിം ആൻഡ് ആൻസെസ്ട്രേഴ്സ് ലീഗസി എന്നാണ് കാണിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്തെന്നാൽ പൂർവികരുടെ അനുഗ്രഹവും അവരുടെ ഗൈഡൻസും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഈ വ്യക്തിയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് സന്തോഷത്തോടെ വിജയത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പൂർവികർ നല്ല രീതിയിൽ വഴി കാണിക്കുകയും നിങ്ങൾക്ക് വഴി കാണിച്ചു തരികയും ഒരു ഗൈഡൻസ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഉറപ്പായിട്ടും ഇവിടെ ആൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വളരെയധികം ഉയർന്നാണ് നിൽക്കുന്നത്. അത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹാപ്പി ന്യൂസും കൂടിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ദൈവം ചിലപ്പോൾ ഗണപതി ആയിരിക്കാം. ഏറ്റവും ആദ്യം ഗണപതിയാണ് കിട്ടിയത്. അതുപോലെ പൂർവികരുടെ അനുഗ്രഹവും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇയറിങ്സ് വന്നിട്ടുണ്ട്. 2008, 44, പൂരം നാള്, മൊബൈൽ അഡിക്ഷൻ, സ്പിരിച്വൽ സപ്പോർട്ട്, ലെറ്റർ എ, 10, 33, ഡാൻസർ, റിയൂണിയൻ. ഇത്രയാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.